ജാസ്മിനാണ്. അതെ, ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നോട് പറഞ്ഞവര്. അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിന്റെ ഏറ്റവും ഈ ചാനലിലെ അല്ലെങ്കിൽ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് പറഞ്ഞത്. ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് എന്നെ കാണാൻ വരുന്നു. അവൻ റൂമിൽ വെച്ചൊരു തവണ പറഞ്ഞതല്ലേ, അവളെ പോലെ സുന്ദരിയായിരുന്നു ഇവന്റെ എക്സ്, അതുകൊണ്ട് അവളെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നു. ഇപ്പൊ അവൾക്ക് കുറച്ച് ഭംഗി ഉണ്ടായി പോയതാണെന്ന് തോന്നുന്നത് സിബിന് ദേഷ്യം വരാൻ കാരണം. അല്ലെങ്കിൽ കുഴപ്പമില്ല, സിബിന് വേറൊരാളോടും ദേഷ്യമില്ല. സിബിന്റെ റിയൽ ഫേസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ടുള്ള ഇന്റർവ്യൂസിലും ലൈവിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. സിബിന് ജാസ്മിനോട് പേഴ്സണലി കഴിച്ചുള്ള ഒരാളാണ്. ആ പാരന്റ്സ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ അടിയിൽ PR എന്ന് ക്യാപ്ഷൻ ഇട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് സിബിൻ. എന്നിട്ട് നന്മവരം കളിക്കുന്ന ആള്. അപ്പൊ അയാളെയൊന്നും എനിക്ക് പുള്ളിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. പുള്ളി പറയുന്നത് ഞാൻ മൈൻഡും ചെയ്യില്ല. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. ഗുഡ് മോർണിംഗ്, നമസ്കാരം. സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് മൂവി. ഓക്കെ, ഒന്ന് സ്റ്റേബിൾ ആവട്ടെ. ഞാൻ അമ്മയുടെ വർത്താനം കേട്ടിട്ടേ, കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ് ഈ വർത്താനം. പക്ഷെ എന്നാലും അവർ സിബിൻ്റെ മൈൻഡ് ചെയ്യില്ല. അത് ഇത് ജാസ്മിൻ്റെ മറ്റൊരന്തം, മുല്ലപ്പൂ അന്തങ്ങളുടെ അധ്യായം ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഓരോന്ന് സ്ഥലത്തുനിന്ന് വന്നു ചേരുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വീഡിയോയിൽ നമ്മൾ ഓരോ ഈ സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും വല്ലാത്ത കഷ്ടമാണ് മക്കളെ. നിങ്ങളെ അന്തങ്ങളെ ഞാൻ എന്ത് പേരിട്ടിട്ട് എങ്ങനെ ഞാൻ വിളിക്കേണ്ടൂന്നറിയില്ല. നിങ്ങളെ എങ്ങനെയാണ് ഞാൻ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കാറില്ല. നമസ്കാരം കേട്ടോ. സൺഡേ ആണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഈ സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്നലെ മൂവി വേൾഡ് മീഡിയയിൽ സിബിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ ഇൻ്റർവ്യൂസ് ഇത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഒന്ന് സിബിൻ പറയുന്ന സംഗതികൾ എന്തോ ഒരു കംപ്ലീറ്റായിട്ട് വിശ്വസിക്കില്ല, പക്ഷേ കുറേയൊക്കെ അവൻ പറയുന്ന കാര്യങ്ങളിൽ സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാർ. മറ്റേ ടീം സത്യം ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇതിനുള്ളിൽ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ഈ ഭ്രമം എന്തായാലും പറയുക, നമ്മളെ ഭയങ്കരമായിട്ടൊരു ഇതിനോട്ടും കിട്ടും അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് അവർക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അതിനെ ബ്ലൈൻഡായിട്ട് എതിർക്കുക എന്ന രീതിയിൽ പോകുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ പെട്ടിട്ടുള്ളൊരു സൗണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ വോയിസ് ഇതുപോലെയൊക്കെ പറയുന്ന ആൾക്കാരോടൊരു ചോദ്യം ചോദിക്കാനുള്ള എന്താ അറിയോ, ഈ മൂവി വേൾഡ് മീഡിയ പോലത്തെ ഒരു ചാനലിൽ, ഇപ്പോൾ ഹൈദരാബാദിൻ്റെ ചാനലിൽ അയാളെ മുന്നിലിരുന്നിട്ട് ഇത്ര അധികം ആൾക്കാർ കേൾക്കെ ഏഷ്യാനെറ്റ്, എൻഡമോൾ, ഷൈൻ ഇതുപോലത്തെ ഒരു കോർപ്പറേറ്റ് ജൈൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് പോലെ ഇത്ര അധികം ജനപ്രീതി നേടിയിട്ടുള്ള ഒരു ഷോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സിബിൻ വെറുതെ വന്നിരുന്ന് സംസാരിക്കുമോ? വളരെ ബേസിക്കായിട്ട് അതെങ്കിലും ഇരുന്ന് ചിന്തിച്ചൂടെ? ഏതായാലും നമുക്ക് ആ ഇൻ്റർവ്യൂയുടെ കുറച്ച് റെലവൻറ്റ് പോർഷൻസ് ഒന്ന് റിയാക്ട് ചെയ്യാനുണ്ട്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. നിങ്ങൾ ഈ മുല്ലപ്പൂ അന്തങ്ങളോടെ ഒരുവിധ അന്തങ്ങളോടൊക്കെ പറയണം. നിങ്ങൾ ഈ ക്ലോസ് ഗ്രൂപ്പ്സിൽ പറയുന്ന സംഗതികൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് സീരിയസ്ലി ഇത് പുറത്തേക്ക് എത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തെ ക്ലോസ് ഗ്രൂപ്പ്സിലൊക്കെ പറയുന്ന സംഗതികൾ ലീക്കായി പോകുന്നു ആലോചിക്കാത്തുള്ളെങ്കിലും അന്തല്ലാത്തവരല്ല ഇതിലുള്ളത്. ഇതൊക്കെ അത്യാവശ്യം കുറച്ച് പേരും അന്തമുള്ളവരായിരിക്കും. പക്ഷേ എന്താ വേണ്ടത്, ഇവർ ഇതുപോലുള്ള ചർച്ച ചെയ്യുന്ന സംഗതികൾ പുറത്തേക്ക് എത്തണം. അത് കേട്ടിട്ട് അതിൽ പെടാത്ത കുറച്ച് ഈ സ്ലീപ്പർ സെല്ലുകൾ പോലെ കിടക്കുന്ന ബാക്കിയുള്ള അന്തങ്ങളും കൂടി ഈ സിബിനെ പോലുള്ള അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ചെന്നിട്ട് സൈബർ ബുള്ളി ചെയ്യണം, ചർച്ചയാക്കണം, അധിക്ഷേപിക്കണം, ഒരു മനുഷ്യനെ മെൻ്റലി തളർത്തണം. ഇപ്പോൾ സിബിൻ്റെ കേസിൽ തന്നെ സിബിനോട് ചോദിക്കുന്ന ചോദ്യം, പിന്നെ അസുഖം എങ്ങനെയുണ്ട്, ഗുളിക കഴിക്കാറുണ്ടോ? മനുഷ്യനെ ആ ഒരു രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് ആ ഒരു ഒറ്റ രീതി. പിന്നെ സിബിൻ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു മനുഷ്യനെ ഭ്രാന്തൻ എന്നുള്ള രീതി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും ആ ജനം വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ വിവരമില്ലാത്ത ആൾക്കാരല്ല എന്നുള്ള സിബിൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിൽ കുറച്ച് പോർഷൻസ് നമ്മൾ കേൾക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാം, പുള്ളി ഇത് പറഞ്ഞതിന് ശേഷം ആദ്യം ഇതിനെ എതിർത്ത 2-3 പേരുണ്ട്. ഈ എതിർത്ത ആൾക്കാർ തന്നെ ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ഏഷ്യാനെറ്റിലുള്ള ഒരു സ്റ്റാഫിന്റെ പേരിൽ #മീറ്റു ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട്, ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം, ദിസ് ഇസ് എക്സ്ക്ലൂസീവ്. ഈ പ്രസ്തുത വ്യക്തി, ഈ കുറ്റം ആരോപിതൻ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ്. ഇവരുമായി ബന്ധമുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ വിളിച്ച്, സീസൺ 2 ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ച്, നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട ആളുമായി അടുത്ത ബന്ധത്തിലല്ലേ, ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു കഫേയിലിരുന്ന് ചർച്ച ചെയ്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചാണ്. അങ്ങനെയാണ് ഡിലീറ്റ് ആയത്. അല്ലെങ്കിൽ ഇത് എന്തിന് ഡിലീറ്റ് ആവണം? അവരാണ് ഇപ്പൊ വന്ന്
വീണ്ടും അഖിൽമാരാർ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങളല്ലേ അതിന് മുന്നേ പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഞാൻ വീണ്ടും പറയാം, ഒരു കുട്ടി എത്ര പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, 2-3 കുട്ടികൾ ഈ പറഞ്ഞ എന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ചാറ്റ് ഒരു കുട്ടി പുറത്തു വിട്ടില്ലേ, ആ ചാറ്റിന്റെ ലാംഗ്വേജും ആ ചാറ്റിൽ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയാതെ ആരാണ്. ഒന്ന് നല്ലൊരു ഫോട്ടോഷോപ്പ് വിദഗ്ധനെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു നോക്കി അതാരാണെന്ന് മനസ്സിലാവും. ഉറപ്പായിട്ടും മതി. എനിക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ ഒരു ചാനലിൽ സിബിൻ വന്നിരുന്നിട്ട് ഇത്രയും ആധികാരികമായിട്ട് തോന്നുന്ന രീതിയിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള പണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മീറ്റു റിലേറ്റഡ് ആയിട്ട്, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിഞ്ഞു പോയൊരു കേസും കൂടിയാണ്. അപ്പോൾ അതാണ് സിബിൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞത് ഈ അനാബ്രിൻ എന്നിട്ടുള്ള അക്കൗണ്ടില്ല, ഹലോ കൂട്ടുകാരെ എന്നിട്ട് ഒരു ലേഡി അന്ന് അഖിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടല്ലോ, നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ അയച്ചു തന്നിട്ടുള്ള ചാറ്റിൽ ലാലേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടുള്ള വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് ഒരുവിധം എല്ലാവർക്കും സംഗതി മനസ്സിലാക്കണം, ആരും പുറത്ത് പറയാഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് വന്ന് ഇത്ര അധികം ആൾക്കാർ വെളിപ്പെടുത്തി കഴിഞ്ഞാലും ചില വിഭാഗത്തിന് ഇപ്പോഴും മനസ്സിലാവില്ല. അത് ഭയങ്കര കോമഡിയല്ലേ, അപ്സരയെ കറിവേപ്പിലാക്കിയതല്ലേ അല്ലേ. ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി, അദ്ദേഹം ഫാമിലി റൗണ്ടിലേക്ക് പോകുന്നു. ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങേര് തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ട് ഇട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടി എടുത്തുകൊണ്ട് എറണാകുളത്ത് വന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുകയാണ്, ചാനലിനെ വെളുപ്പിക്കാൻ. അഖിൽമാരറിന് കൊട്ടുന്നു, എന്നെ കൊട്ടുന്നു, ഞങ്ങളാണല്ലോ ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എന്റെ ഭാര്യനെ ഇപ്പം ഫൈനൽ 3 എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ പോരും, എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞിട്ട് സ്വസ്ഥം ശാന്തം. ഇത് ആരാണ് ബ്രീഫ് ചെയ്തത് എനിക്കറിയാം. നീ പോയി അങ്ങോട്ട് കൂടെ അവന്മാർക്ക് ബാക്കി നമ്മൾ നോക്കിക്കോളാം, തേച്ചല്ല. രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലിരിക്കുന്നു എന്നാണ് ഹൈദരാബാദ് കംപ്ലീറ്റ് ചെയ്ത സെൻറ്റൻസ്. അതായത് ഈ ആൽബിയുടെ കേസ്, അപ്സര ഔട്ടായ സമയത്ത് നമ്മളത് ഈ കേസൊക്കെ കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് ടൈമിന് വീഡിയോസ് ചെയ്തിട്ട് ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ആ ചങ്ങാതി ഇരുന്ന് ന്യായീകരിക്കുന്ന കാണുന്ന സമയത്ത് ഉറപ്പിച്ച കേസാണ്. ഈ ഒരു പ്രക്രിയ കഴിയുമ്പോൾ അപ്സര മിക്കവാറും പുറത്തു പോകുന്നത്. കാരണം വെച്ചാൽ അപ്സരയുടെ പുറത്തു പോലുള്ള കേസിൽ എനിക്ക് തോന്നുന്നുണ്ട് ആൽബിയുടെയും പിന്നെ ഈ ഒരു ഇതിൻ്റെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ടെന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്താണ്, കമൻസും അതുപോലെ തന്നെയാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അപ്സരൊന്നും പോകേണ്ട ആളല്ല. കാരണം ഷീ വാസ് ആക്ച്വലി ഷോക്ക്ഡാണ്. ഷോക്ക്ഡല്ല, ഷോക്ക്ഡ് എന്ന് പറയാൻ പറ്റില്ല, സർപ്രൈസ് ആയിട്ട് ഔട്ടായോ എന്നുള്ള രീതിയിലാണ് അപ്സര നിന്നിരുന്നത്. ഏതായാലും ഈ ഒരു ഷോൻ്റെ ഇപ്രാവശ്യത്തെ ക്രെഡിബിലിറ്റി എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതറിയോ? ഉള്ള ആളല്ല, ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. എന്റെ അടുത്ത് എന്നെ ഫസ്റ്റ് ഡേ വെളിയിൽ പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ആദ്യാക്ഷരം എന്താണ്? ചേട്ട ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ ആദ്യാക്ഷരം ഞാൻ മുല്ലപ്പൂ. ജാസ്മിനാണ്. അതെ, ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് എന്നോട് പറഞ്ഞവര്. അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിന്റെ ഏറ്റവും ഈ ചാനലിലെ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് പറഞ്ഞത്. ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് എന്നെ കാണാൻ വരുന്നു, നീ സൂപ്പർ ആയിട്ട് ഗെയിം കളിക്കില്ലേ. അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തിരിച്ചു കയറി വരുന്നു, അപ്പോഴുള്ള കോൺവെർസേഷൻ ആണ്. നീ എന്ത് അടിപൊളിയാണ്, നീ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത്, നീ ആ കോമഡിയുമായി എന്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയാൽ നീ ആൾക്ക് ഇതിനെ കളിക്കാൻ പോണേ, നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുക, നീ അവള് വിട്, നീ ഫൺ പിടിക്കുക, അത് പിടിക്കുക. അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുവന്നാണ് അവര്. അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല. അപ്പൊ ജാസ്മിനെ വെളുപ്പിക്കണമെന്ന് ആഗ്രഹം ഇവർക്കുണ്ട്. അതല്ലേ ചേട്ടാ ഇപ്പൊ നടക്കുന്നേ. ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടിയോട് എന്തിനു അസൂയ? അതിന്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് കുട്ടിയുടെ ഇതിനുള്ള ഉത്തരമാണ് ഫസ്റ്റ് നമ്മുടെ ചേച്ചിമാര് തന്നിട്ടുള്ളത്. അതായത് ജാസ്മിന് സിബിൻ്റെ എക്സ് വൈഫിൻ്റെ ഫേസ് കട്ടോ സൗന്ദര്യമുണ്ട്, അതുകൊണ്ടാണ് സിബിൻ ഈ രീതിയിൽ പറഞ്ഞതെന്നുള്ളതാണ് ഇവർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. അതായത് നേരെ പേഴ്സണൽ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂസ് ഇല്ലല്ലോ. കാരണം ഒരുവിധ ആൾക്കാർ അതിനെ ഏറ്റുപിടിക്കുകയും ചെയ്യും. അപ്പോഴാണല്ലോ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ലൈഫ് ഒന്നും കൂടി എക്സ്പോസ്ഡ് ആവും. ഇതാണ് ഇവർക്കൊക്കെ വേണ്ടത്. എപ്പിസോഡിൽ അത് മുക്കുന്നു. ഇത് തന്നെ വൃത്തിയാണല്ലേ കാണിക്കുന്നത്. ഈ എപ്പിസോഡിൽ മുക്കുന്നു എന്ന് പറഞ്ഞ കേസ് ആ 2 കൈ കൊണ്ട് ടാസ്ക് ചെയ്ത് കേട്ടോ. ജിൻഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിൻഡോ ചേട്ടനെ ഇവര് ജയിപ്പിക്കില്ല.
അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന്. ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങിയെന്ന് എല്ലാവരും ജിൻഡോയുടെ പേരാ പറയുന്നത്. ശ്രീരേഖ ചേച്ചി പറയുന്നു, ശരണ്യ പറയുന്നു, അൻസിബ പറയുന്നു. പക്ഷെ അവർക്ക് സ്ട്രിക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അങ്ങനെ പബ്ലിക്കിൽ പറയരുത്, ജിൻഡോയുടെ പേര് നിങ്ങൾ പറയരുത്. ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും? ജിൻഡോക്ക് എന്താ കുഴപ്പം? ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ. കണ്ടന്റിൽ അത് എപ്പിസോഡ് ഇല്ല, കാണിക്കുന്നില്ല. തൂക്കി കാര്യം 24/7 കാണുന്ന എത്ര പേരാ? ഒരു 20,000 പേര് കാണുമായിരിക്കും. ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയം കേട്ടോ. കാരണം വെച്ചാൽ 2 ടാസ്ക് ജിൻഡോ ജയിച്ചിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്ന സമയത്ത് ഇത് കാണിക്കാമായിരുന്നു. ചില കേസിൽ എപ്പിസോഡിലും BB+ കാണിക്കാതിരിക്കുക, ഇതുപോലെ ചില കാര്യങ്ങളിൽ മെയിൻ എപ്പിസോഡിൽ കാണിക്കാതെ BB+ മാറ്റുക. കാരണം BB+നേക്കാളും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നത് ആ മെയിൻ എപ്പിസോഡിനാണ്. കാരണം 11 മണിക്ക് ശേഷം കാണുന്നവരൊക്കെ ഭയങ്കര ഹാർഡ് കോർ BB ഫാൻസ് അല്ലാത്തവർ കാണില്ല. അതൊക്കെ എന്താ പറയുക, ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇനി സീരിയസ് വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്താണ്, നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തു, ഒരുപാട് ക്രിയേറ്റേഴ്സ് അതിനെക്കുറിച്ച് സംസാരിച്ചാണ്, ഒരുപാട് പേര് സംസാരിച്ചത്. പക്ഷേ കാര്യമായിട്ട് ഇതിനൊരു എക്സ്പോഷറും സംഭവങ്ങളും കിട്ടിയിട്ടില്ല. ജിൻഡോയ്ക്ക് കൊടുക്കുന്ന ഗുളികയെ സംബന്ധിച്ചിട്ടോ അത് കുറച്ച് സീരിയസ് കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്ന് കഴിഞ്ഞു. കാരണം ജിൻഡോ ഫുൾ ടൈം ഉറക്കം തൂങ്ങിയാണ് ഇരുന്നിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പറയുന്ന സമയത്താണ് ആൾക്കാരത് ഏറ്റുപിടിച്ച സംസാരം അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയെങ്കിലും ആക്കുക. ബാക്കി ജനങ്ങളിലേക്ക് എത്തേണ്ടത് എപ്പിസോഡിലാണ്. അതിൽ മുഖ്യം കട്ട് ചെയ്ത് പോലും ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. ജിൻഡെ ഒരു മനഃപൂർവ്വം ഒതുക്കുന്നു. അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു അജണ്ട ഉണ്ടായി, ഇന്ന ആള് ജയിക്കണമെന്ന് അല്ലെ? ഉറപ്പായിട്ടുണ്ടാവും. ജിൻഡോ ചേട്ടന് മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അതിനകത്തുള്ളപ്പോഴും ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടനും അറിയില്ല. അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽ സാറിന്റെ എപ്പിസോഡിലാണെന്ന് ലാൽ സാറും പറഞ്ഞു, ജിൻഡോ ഞങ്ങൾ തരുന്ന മരുന്ന് കഴിച്ചാല് ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങൾ തരുന്ന മരുന്ന് കഴിക്കൂ. കാരണം ഈ ഒരു സംഗതി ലാലേട്ടൻ എടുത്ത് ചോദിച്ച് നമ്മൾ ശ്രദ്ധിച്ചാണ്. സ്വാഭാവികമായിട്ടും കമൻസ് കംപ്ലീറ്റ് അതുതന്നെയായിരുന്നു. കാരണം ജിൻഡോനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഷോ സീരിയസ്ലി കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണത്. കാരണം അത് എന്തിനെടുത്ത് ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായത് എപ്പിസോഡിൽ എയർ ചെയ്തെന്നുള്ളത് അറിയില്ല. അതിനുശേഷം നമ്മൾ കണ്ടതാണല്ലോ, പിന്നെ നമ്മളെ മൂപ്പൻ ശരത് ബ്രോ അമ്മേനെ വിളിച്ചിട്ടുള്ള ഡയലോഗ്, അതായത് നാട്ടിൽ നിന്ന് B കോംപ്ലക്സിൻ്റെ ഗുളിക കൊണ്ടിരിപ്പിച്ചു. നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ പ്രൂഫ് നല്ല കംപ്ലീറ്റ് സുതാര്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത്, അദ്ദേഹം വളരെ വീക്കാണ്. അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അത് എന്തിന്റെ മരുന്നായിരിക്കും? എന്തുകൊണ്ട് ഇവര് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല? ഒരു മത്സരാർത്ഥി അത് ചോദിക്കാറില്ല. ഞാനേ ചോദിച്ചുള്ളൂ കേട്ടോ. ഒരു മത്സരാർത്ഥിയും ചോദിക്കാറില്ല. ഇപ്പൊ ഗബ്രി ഉൾപ്പെടെ, ഗബ്രി ഒരു മരുന്ന് തരട്ടെ, അപ്പൊ ഒന്ന് ശരിയാവെന്ന് പറയുമ്പോൾ ആ സാർ തരും എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് കഴിക്കും. അത് തരുന്നെന്ന് പറഞ്ഞാൽ കൃത്യമായത് വായിക്കാൻ പറ്റാത്ത ഒറ്റ ഗുളികയായിട്ട് കട്ട് ചെയ്തായിരിക്കും തരുന്നത്. അപ്പൊ പനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് പനിക്കുള്ളത് തന്നെ ആണോ പോലും നമുക്കറിയില്ല. ഒരു ഹ്യൂമൻ റൈറ്റ് ആണ്, ഒരു മനുഷ്യന്റെ അവകാശമാണ്. ഞാൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് എനിക്ക് അറിയണം. ഇതൊക്കെ ഭയങ്കര സീരിയസ് ഇഷ്യൂ കേട്ടോ. നമ്മൾ ഇത് പറയാൻ തന്നെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്താ ഒരു മനുഷ്യൻ്റെ ലൈഫ് അടക്കം കളയുന്ന രീതിയിൽ ഡ്രഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളൊന്നും എവിടെയാണ് ഇതൊക്കെ കിടക്കുന്നത്? അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഈ വേണം. എനിക്ക് എന്താ പ്രിസ്ക്രിപ്ഷൻ തരാത്ത? ഇവര് തന്ന മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എത്ര നാളായിട്ട് ഇവരോട് ചോദിക്കുന്നത്, ഇവരെന്താ തരാത്ത? ജിൻഡോയെ അവര് മനഃപൂർവ്വം ഒതുക്കുകയാണ് ബ്രോ. ഇത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ സീസണൊക്കെ നിങ്ങൾ എടുത്ത് നോക്ക്. തമിഴില് ഞാനിപ്പോ ചെന്നൈ പോയിരുന്നു. അവിടെ നിന്റെ ഒരു ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഇപ്പൊ പറയണോ? എങ്ങനെയാ ചെന്നൈ ചെന്നൈയിൽ ഒരു ആവശ്യമായിട്ട് പോയത്. അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ്? അല്ല, ഇത് ഈ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഇതുപോലെ പല മത്സരാർത്ഥികളോടും ചെയ്തിട്ടുണ്ട് തമിഴിൽ ഇതിനു മുന്നേ. അതിന്റെ പേര് കേസൊക്കെ ഉണ്ട് തമിഴ്നാട്ടില്. കൃത്യമായിട്ട് പോയി ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് CBI അല്ലേ? ചെന്നൈയിൽ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയത്. അതെ അതെ. അപ്പൊ ചെന്നൈയിൽ നിന്ന് അവിടെയൊക്കെ പോകുമ്പോ അവരുടെ ഇനി സിബിൻ റെഫർ ചെയ്യുന്നത് അന്നത്തെ ചെന്നൈ പോക്കാണ് ആയിരിക്കാം അല്ലേ? ആര്യനെയും കൂട്ടി പോയിട്ടുള്ള ചെന്നൈ പോക്കാണ്, അറിയില്ല നമുക്ക്. ഒരു ഗ്യാങ് അവിടെ ഉണ്ട്. ഭയപ്പെട്ടില്ല. ഭയപ്പെടല്ല, വക്കലിനെത്തിയ ശേഷം എന്തെങ്കിലും അല്ല, ഡയറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ കൃത്യമായി അവര് ഞങ്ങൾ വന്നത് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഭാഗ്യം. പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ രക്ഷപ്പെട്ടോ എന്ന് അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു പ്രശ്നമുണ്ട്, വിട്ടോ, ഇനി നിക്കണ്ട ഇവിടെ, സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണ് പോയത്? അല്ല, എന്റെ കൂടെ ഒരു ആളുണ്ടായിരുന്നു. അപ്പം ഏത് നിമിഷം എന്ത് സംഭവിക്കാം എനിക്കറിഞ്ഞോളൂ ചേട്ടാ. അങ്ങനെ ഹ്യൂമർക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ തമിഴ്നാട്ടിൽ ചെയ്യും. തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് അവിടെ വെച്ച് ചെയ്യുവരെ, ഇവിടെ വരെ നമ്മളെ
ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഇൻ്റർവ്യൂ. ഇതിൻ്റെ കംപ്ലീറ്റ് പോർഷൻ മൂവി വേൾഡ് മീഡിയയിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. മൂവി വേൾഡ് മീഡിയ പോലത്തെ ഒരു ചാനൽ, ഹൈദരാബാദിനെ പോലൊരു ഇൻ്റർവ്യൂവർ, ഇതുപോലെ ഒരു കോർപ്പറേറ്റ് ജൈൻറ്റ്, എല്ലാ ഇതുമുള്ള ഏഷ്യാനെറ്റ്, എൻഡമോൾ ഷൈൻ അല്ലേ, ബാനിജെ, ഇതുപോലെ ഒരു കോർപ്പറേറ്റിന് അഗെയിൻസ്റ്റായിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് എല്ലാവരും കേക്ക് സിബിൻ വെറുതെ പറയുമോ? അപ്പോൾ ഇതും ഭ്രാന്താണോ? ഇതാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അടിയിലുള്ള കമൻസും കണ്ടു. ഇനി ആ കമൻസ് ഒന്നും ഇടാൻ നിർത്താനായിട്ടില്ല നിങ്ങൾക്ക്. പ്ലസ് ഇതുപോലുള്ള ക്ലോസ് ഗ്രൂപ്പ്സിലുള്ള പോകുന്ന വാട്സാപ്പ് ചാറ്റുകൾ സീരിയസ്ലി മക്കളെ ചിന്തിക്കേണ്ട കേസാണ്. പക്ഷെ എന്നാലും നമ്മളൊക്കെ ബി കാണും, നമ്മൾ കാണും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാര്യം പറയാണ്, കഴിഞ്ഞ സീസണിൻ്റെ അത്ര, ഇപ്പോൾ ഈവൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിൻ്റെ അത്ര പോയ ലൈവൊന്നും കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ശ്രദ്ധിക്കണം, ഇപ്പോൾ ജിൻഡോൻ്റെ കേസ് പറഞ്ഞപ്പോൾ ലാസ്റ്റ് സായി പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട്, എന്ത് രീതിയിലും കപ്പ അവരെ കൊണ്ട് അടുപ്പിക്കില്ല എന്ന്. സായിയാണ് സീക്രട്ട് ഏജൻ്റാണ്, പഴയ എക്സ് സീക്രട്ട് ഏജൻ്റാണ്, വിരമിച്ച സീക്രട്ട് ഏജൻ്റാണ്. നമുക്കറിയില്ല അവർക്കൊക്കെ എപ്പോഴും അതിനനുസരിച്ചുള്ള പവർ ഉണ്ടോ, വല്ല ഇൻഫർമേഷൻ ഉണ്ടോ ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ നമ്മളും കേട്ടു ജിൻഡോനെ കുറിച്ച് ഇതുപോലെ പല കാര്യങ്ങളും പുറത്ത് പറയുന്നത്. വി ഡോണ്ട് നോ, നമുക്കറിയില്ല അതിന് സംഭവം. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ, എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോ, ഇതാണ് അതിൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ റിയലി ഷോക്കിംഗ് തന്നെയാണ്.